ഇന്ന് രാവിലെ മുതൽ ഭയങ്കര മഴയാണ്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു കല്യാണത്തിനും പോകാനുണ്ട് ഉച്ചയ്ക്ക്. എന്നാൽ വിചാരിച്ചു മഴ സാരമില്ല, ഉച്ചയ്ക്ക് പോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡിയായി പോയി. ഞങ്ങളധികം ഫുഡ് കഴിക്കാൻ പോകുന്ന മൊയ്തുച്ചാൻ്റെ മകളുടെ കല്യാണം ആണ് കേട്ടോ. അങ്ങനെ ഒന്നാം തരം ബിരിയാണിയൊക്കെ ആയിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ നല്ല ചൂടോടെ, പുറത്ത് മഴയും പിന്നെ അകത്തെ ബിരിയാണി നല്ല ചൂടോട് കൂടിയുള്ള ബിരിയാണി, ചിക്കൻ ബിരിയാണിയും പിന്നെ അതുകൂടെ പലതരത്തിലുള്ള ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചിക്കനാണ് കഴിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ വന്നു. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഒരു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്മെല്ലാണ് അത് വെച്ച സ്ഥലത്തൊക്കെ. ഒന്ന് കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതാ ഒന്നാം തരം വിചാരിച്ചേ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതാ ഗിരീഷേട്ടൻ അത് ഇടയ്ക്കെന്നൊക്കെ തോണ്ടാൻ തുടങ്ങി. നിങ്ങളൊക്കെ ഇങ്ങനെ ചക്കയൊക്കെ മുറിക്കും ഇങ്ങനെ ഇടയ്ക്കെന്നൊക്കെ തോണ്ടി കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമേ ഇങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ? പണ്ടേ അല്ല ഇതിങ്ങനെ ഒരു കറക്റ്റായി മുറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടിന് ഇടയ്ക്കും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തോണ്ടിയൊക്കെ തിന്നാറുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തോണ്ടിയൊക്കെ ഇടയ്ക്കൊക്കെ തിന്നതിന് ശേഷമാണ് ബാക്കി അങ്ങനെ കട്ട് ചെയ്തത്. പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ച് രുചിയിലൊരു മാറ്റമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഇതാ അങ്ങനെ ഞങ്ങൾ ഒരു പാത്രം നിറയെ, ഒരു ബോണി നിറയെ നമ്മളങ്ങനെ അതിൻ്റെ ചകിണിയും കുരുവും ഒക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പം വിചാരിച്ചു നമുക്കതുകൊണ്ട് ചക്കമൂട ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇന്ന് കൊട്ടത്തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ശർക്കര ഉരുക്കാനൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടത്തേങ്ങ അരിഞ്ഞ് വെച്ചു. പിന്നെ ചക്ക പഴം വഴറ്റിയിട്ട് വെക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിലോട്ട് നമ്മൾ അരിപ്പൊടിയും ഇട്ട് കൊടുത്ത്, പിന്നെ ശർക്കര ഉരുക്കിയത് ഇട്ട് കൊടുത്ത്, പിന്നെ ഏലക്കാപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തു, തേങ്ങായും നന്നായിട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വാഴയിലക്കകത്താണ് കവർ ചെയ്തിരിക്കുന്നത്. വാഴയില അല്ലാതെ വേറെ കുറുക്കൂട്ടിയുടെയൊക്കെ ഇലയിൽ ഉണ്ടാക്കിയ കുറേയും കൂടി ടേസ്റ്റാണ്. അതിൻ്റെ ആ കളറൊക്കെ ഇങ്ങോട്ട് അപ്പത്തേലോട്ട് പിടിച്ചിരിക്കും. അപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് വാഴയിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് വാഴയിലയുടെ ഒരു ടേസ്റ്റാണ് അധികമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ചക്കയപ്പത്തിൻ്റെ ടേസ്റ്റ് ഒന്നും പറയുക വേണ്ട കേട്ടോ. നന്നായിട്ട് ഏലപ്പൂക്കാപ്പൊടിയൊക്കെ ഇട്ടത് കൊണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. കുറച്ചധികം ഉണ്ടാക്കിയതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഇത് രാവിലെയും വൈകുന്നേരവും ആവി കയറ്റി കഴിക്കാം.